എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ ന്യൂ നോഷൻസ് ഓഫ് കിങ്ഷിപ്പ്, രാജത്വത്തെക്കുറിച്ചുള്ള പുതിയ സങ്കല്പങ്ങളാണ് പഠിക്കുന്നത്. ചീഫ്സ് ആൻഡ് കിങ്സ് ഇൻ ദ സൗത്ത്, ദക്ഷിണദേശത്തെ മുഖ്യന്മാരും രാജാക്കന്മാരും. ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദ മൗര്യൻ എംപയർ, ന്യൂ കിങ്ഡംസ് എമേർജ്ഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ലെറ്റ് us see them. മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധപതനത്തെ തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി പുതിയ രാജ്യങ്ങൾ ഉദയം ചെയ്തു. അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. 1. ഇൻ ഡെക്കാൻ ആൻഡ് സൗത്ത് ഇന്ത്യ, ദ ചീഫ്ഡംസ് ഓഫ് ചേരാസ്, ചോളാസ് ആൻഡ് പാണ്ഡ്യാസ് ഇൻ തമിഴകം, വിച്ച് വാസ് ദ നെയിം ഓഫ് ദി ഏൻഷ്യൻ്റ് തമിഴ് കൺട്രി, ആൻഡ് തമിഴകം ഇൻക്ലൂഡഡ് പാർട്സ് ഓഫ് ആന്ധ്രാപ്രദേശ്, കേരള ആൻഡ് തമിഴ്നാടു. The sources to know about these Tamil countries are Tamil Sangam poems. മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധപതനത്തെ തുടർന്ന് ഇന്ത്യയിലുടനീളം പുതിയ രാജ്യങ്ങൾ ഉദയം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവയിൽ പ്രമുഖമായവ ഏവയൊക്കെയെന്ന് നോക്കാം. 1. ഡെക്കാനിലും ദക്ഷിണേന്ത്യയിലുമായി ഉദയം ചെയ്ത പ്രമുഖ രാജ്യങ്ങളാണ് ചേര, ചോള, പാണ്ഡ്യ രാജ്യങ്ങൾ. തമിഴകം എന്നീ പ്രദേശത്തെ അറിയപ്പെടും പ്രാചീന തമിഴ് രാജ്യമാണ്. ഇതിലുൾപ്പെടുന്ന പ്രദേശങ്ങൾ ആന്ധ്രാപ്രദേശിൻ്റെ ഏതാനും ഭാഗങ്ങൾ, കേരളം, തമിഴ്നാട് തുടങ്ങിയവയാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിവ് നൽകുന്നത് തമിഴ് സംഘം കൃതികളാണ്. അറിവിൻ്റെ ഉറവിടം തമിഴ് സംഘ കാവ്യങ്ങൾ. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ ഇന്ത്യ വാസ് റൂൾഡ് ബൈ ദ ശതവാഹനാസ്. പടിഞ്ഞാറൻ ഇന്ത്യയും മധ്യേന്ത്യയും പ്രമുഖമായും ഭരിച്ചിരുന്ന രാജവംശം ശതവാഹന രാജവംശമാണ്. നോർത്ത് വെസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പാർട്സ് ഓഫ് ഇന്ത്യ വാസ് റൂൾഡ് മെയിൻലി ബൈ ശാകാസ് ഹു ഒറിജിനേറ്റഡ് ഫ്രം സെൻട്രൽ ഏഷ്യ. വടക്ക് പടിഞ്ഞാറനും പടിഞ്ഞാറൻ ഇന്ത്യയും ഭരിച്ചിരുന്ന പ്രമുഖ രാജവംശം ശാകന്മാരാണ്. ഇവർ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നവരാണ്. ഇവിടെ നിങ്ങൾക്കിതൊക്കെ കാണാനായിട്ട് സാധിക്കും. ശതവാഹനാസ് വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ ഇന്ത്യ, ദെൻ ദ ശാകാസ് ഒറിജിനേറ്റഡ് ഫ്രം സെൻട്രൽ ഏഷ്യ, കിങ്ഡംസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നോർത്ത് വെസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പാർട്സ് ഓഫ് ദി സബ് കോണ്ടിനെൻറ്റ്. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയും പടിഞ്ഞാറൻ ഇന്ത്യയും ഭരിച്ചിരുന്ന ശാകന്മാരാണ്. അവർ മധ്യേഷ്യയിൽ നിന്ന് വന്നവരാണ്. ഓൾ ദീസ് പീപ്പിൾ ഡിറൈവ്ഡ് ദർ റവന്യൂ ഫ്രം ലോങ് ഡിസ്റ്റൻസ് ട്രേഡ്. ഇവരുടെ എല്ലാം പ്രമുഖമായ വരുമാന മാർഗം ദീർഘദൂര കച്ചവടങ്ങളായിരുന്നു. ബട്ട് വി ഡു നോട്ട് നോ their social origin or anything about their social status. എന്നാൽ നമുക്ക് ഇവരുടെ സാമൂഹ്യ പദവി എന്തായിരുന്നു എന്നോ, ഇവർ നേരത്തെ ഭരണവിഭാഗമായിരുന്നോ അതോ മറ്റേതെങ്കിലും കൂട്ടരായിരുന്നോ, അങ്ങനെയുള്ള സാമൂഹ്യമായ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് അറിവ് ലഭ്യമല്ല. ബട്ട് വി ക്യാൻ സീ ദാറ്റ് വൺസ് ദേ അക്വയർഡ് പവർ, ദീസ് റൂളേഴ്സ് ക്ലെയിംഡ് social status in a variety of ways. എന്നാൽ ഈ ശതവാഹനന്മാരും ശാകന്മാരുമൊക്കെ ഒരിക്കൽ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ അവർ സാമൂഹ്യ പദവി വർദ്ധിപ്പിക്കുന്നതും ഉയർന്ന സാമൂഹ്യ പദവി അവകാശപ്പെടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദാറ്റ് വാസ് ഇൻ എ വെറൈറ്റി ഓഫ് വേസ്. അത് വ്യത്യസ്തമായ രീതികളിലൂടെയാണ് ചെയ്തിരുന്നത്. സോ here we can see what are the important ways adopted by these rulers in claiming and raising their social status. അതായത് ഈ ശതവാഹനന്മാരും ശാകന്മാരും പോലുള്ള ഭരണകർത്താക്കളൊക്കെ അധികാരത്തിലെത്തിക്കഴിഞ്ഞ് അവരുടെ സാമൂഹ്യ പദവി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണാം. പ്രധാനമായും നമ്മൾ കാണാൻ പോകുന്ന കുഷാന രാജാക്കന്മാർ സ്വീകരിച്ച മാർഗങ്ങളാണ്. സോ ഹിയർ യു മേ ബി ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ, ഹൗ ദ കുഷാനാസ് ക്ലെയിംഡ് ആൻഡ് റേസ്ഡ് ദെയർ സോഷ്യൽ സ്റ്റാറ്റസ്. എങ്ങനെയാണ് കുഷാന രാജാക്കന്മാർ തങ്ങളുടെ സാമൂഹ്യ പദവി വർദ്ധിപ്പിച്ചത് എന്നൊരു ചോദ്യം ഇവിടെ നമുക്ക് ലഭിക്കാം. അതിൻ്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രധാനമായും മെയിൻലി we can see three important ways they used to
claim their high social status. And the sources about the Kushanas are the inscriptions, textual traditions, coins and sculpture. കുഷാനന്മാരെ കുറിച്ച് നമുക്ക് പ്രധാനമായും അറിവ് നൽകുന്ന ഉറവിടങ്ങൾ ഇൻസ്ക്രിപ്ഷൻസ് അല്ലെ ലിഖിതങ്ങൾ, പുസ്തകങ്ങൾ, നാണയങ്ങൾ, ശില്പങ്ങൾ തുടങ്ങിയവയാണ്. Let us see what are the important ways. First one, Kushanas identified themselves with a variety of gods. കുഷാന രാജാക്കന്മാർ തങ്ങളെ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായി കണ്ടു. Second, building colossal statues. For example, one statue have been found in a shrine at a mud near Mathura in UP and another one in a shrine at Afghanistan. So this means, or it indicates that they considered as godlike. വലിയ ഭീമാകാരങ്ങളായ പ്രതിമകൾ സ്ഥാപിച്ചുകൊണ്ടും കുഷാന രാജാക്കന്മാർ തങ്ങളുടെ അന്തസ്സ്, സാമൂഹ്യ പദവിയൊക്കെ വർദ്ധിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. വലിയ പ്രതിമകൾ, ഭീമാകാരങ്ങളായ പ്രതിമകൾ നിർമ്മിച്ചുകൊണ്ട്. ഉദാഹരണത്തിന് ഉത്തർപ്രദേശിലെ മധുരയിലുള്ള മാട്ട് എന്ന സ്ഥലത്തെ ഒരു ദേവാലയത്തിൽ കുഷാന രാജാവിൻ്റെ പ്രതിമ കണ്ടെത്തിയത്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ ഒരു ഷ്രൈനിലും ഒരു ദേവാലയത്തിലും കുഷാന രാജാവിൻ്റെ പ്രതിമ കണ്ടെത്തിയത്. ഇത് നമ്മളോട് സൂചിപ്പിക്കുന്നത് ഇവർ തങ്ങൾ ദൈവങ്ങൾ തന്നെയാണ് എന്ന രീതിയിൽ അവരെ സ്വയം ദൈവങ്ങളായി അവർ കണ്ടു എന്നതാണ്. മൂന്നാമത്തെ പോയിന്റ്, കുഷാന റൂളേഴ്സ് അഡോപ്റ്റഡ് ടൈറ്റിൽസ് ലൈക്ക് ദേവപുത്ര ഓർ സൺസ് ഓഫ് ഗോഡ്. കുഷാന രാജാക്കന്മാർ ദൈവപുത്രന്മാർ എന്ന സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചുകൊണ്ടും തങ്ങളുടെ അന്തസ്സ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. By the 4th century, we can see emergence of large empires once again in India. ഈ കുഷാനന്മാരുടെയും ശതവാഹന്മാരുടെയൊക്കെ കാലത്തിന് ശേഷം നമ്മുടെ CE 4-ാം നൂറ്റാണ്ടോടുകൂടി ഇന്ത്യയിൽ വീണ്ടും വലിയ സാമ്രാജ്യങ്ങൾ ഉദയം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. That was the Gupta Empire, and Gupta rulers depended on Samantas for the conduct of their administrative system. Samantas were men who maintained themselves through local resources and have control over the land. They have to pay tribute, homage and military support to rulers. 4-ാം നൂറ്റാണ്ടോടുകൂടി ഇന്ത്യയിൽ വീണ്ടും വലിയ സാമ്രാജ്യങ്ങൾ ഉദയം ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിലേറ്റവും പ്രമുഖമായ സാമ്രാജ്യമല്ലേ ഈ സാമ്രാജ്യം ഗുപ്ത സാമ്രാജ്യമായിരുന്നു. ഗുപ്ത രാജാക്കന്മാർ ഏതാണ്ട് നമുക്ക് കാണാൻ സാധിക്കും 335 CE മുതൽ 455 CE വരെയാണ് ഇന്ത്യയിൽ ഭരണം നടത്തിയത്. 4-ാം നൂറ്റാണ്ടിൽ 335 എന്ന് പറയുമ്പോൾ 4-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ഇവർ സാമന്തന്മാരെ ഉപയോഗിച്ചാണ് ഭരണം നടത്തിയത്. അപ്പോൾ 4-ാം നൂറ്റാണ്ടിൽ വീണ്ടും ഇന്ത്യയിൽ വലിയ സാമ്രാജ്യങ്ങൾ, മൗര്യന്മാർക്ക് ശേഷം ഛിന്ന ഭിന്നമായി നമ്മൾ നേരത്തെ കണ്ട ശതവാഹനന്മാർ, ശാകന്മാർ, കുഷാനന്മാർ, അതുപോലെ ചേര, ചോള, പാണ്ഡ്യന്മാർ, ഇങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല പല ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ പോലെ ഉദയം ചെയ്ത അത് മാറിയിട്ട് വീണ്ടും 4-ാം നൂറ്റാണ്ട് CE ആയപ്പോഴേക്കും ഇന്ത്യ വീണ്ടും ശക്തമായ സാമ്രാജ്യത്തിന് സാക്ഷ്യം വഹിച്ചു, സാമ്രാജ്യത്വത്തിന്. അത് ഗുപ്ത സാമ്രാജ്യമായിരുന്നു. ഗുപ്ത രാജാക്കന്മാർ സാമന്തന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ് തങ്ങളുടെ ഭരണ സംവിധാനം നിലനിർത്തി പോന്നിരുന്നത്. സാമന്തന്മാർ ഒരു പ്രദേശത്തെ അതാത് പ്രദേശങ്ങളിലെ ഭൂമിയും വിഭവങ്ങളും കൈകാര്യം ചെയ്യുന്ന, എന്നാൽ രാജാവിനോട് കൂറും വിശ്വസ്തതയും പുലർത്തുന്ന രാജാവിൻ്റെ ആശ്രിതരായ രാജാക്കന്മാരാണ്. ഇവർ രാജാക്കന്മാർക്ക് കപ്പവും മറ്റ് സംഭാവനകളുമൊക്കെ നൽകും. രാജാവിന് ആവശ്യമുള്ള സമയത്ത് സൈന്യത്തെ നൽകി സഹായിക്കും.
അത്രയുമൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അവരുടെ ഭൂപ്രദേശത്ത് അവർ ചെറിയ രാജാക്കന്മാരെ പോലെ തന്നെ ഉള്ളവരാണ്. അങ്ങനെയുള്ളവരെയാണ് സാമന്തന്മാരെന്ന് പറയുന്നത്. ഈ സാമന്തന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ സാമന്ത സമ്പ്രദായത്തിലൂടെയായിരുന്നു ഗുപ്ത രാജാക്കന്മാർ ഭരണം നിലനിർത്തി പോന്നിരുന്നത്. ഗുപ്ത രാജാക്കന്മാരെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്ന ഉറവിടങ്ങളാണ് സാഹിത്യങ്ങൾ, നാണയങ്ങൾ, ലിഖിതങ്ങൾ. ലിഖിതങ്ങളിൽ പ്രമുഖമായവ പ്രശസ്തികളാണ്. പ്രശസ്തികൾ എന്നാൽ രാജാക്കന്മാരെ പുകഴ്ത്തിക്കൊണ്ട് ആസ്ഥാന കവികൾ രചിക്കുന്ന കാവ്യങ്ങളാണ്. ദാറ്റ് ഈസ് the sources to know about the Gupta rulers are literature, coins and inscriptions, including prashastis. Prashastis are compositions in praise of kings by their court poets. And the most important prashasti is Prayaga Prashasti or Allahabad pillar inscription, which was composed in Sanskrit by Harisena, the court poet of Samudragupta, the most powerful of the Gupta ruler. അതായത് പ്രശസ്തികൾ എന്നാൽ രാജാക്കന്മാരെ പുകഴ്ത്തിക്കൊണ്ട് ആസ്ഥാന കവികൾ രചിക്കുന്ന കാവ്യങ്ങളാണ്. അവയും ഗുപ്ത രാജാക്കന്മാരെക്കുറിച്ച് അറിവ് നൽകുന്ന ഉറവിടങ്ങളാണ്. പ്രയാഗ പ്രശസ്തിയാണ് പ്രശസ്തികളിൽ ഏറ്റവും പ്രമുഖമായ ഒന്ന്. പ്രയാഗ പ്രശസ്തിക്ക് അലഹബാദ് സ്തംഭശാസനം എന്നും കൂടി പേരുണ്ട്. ഈ പ്രയാഗ പ്രശസ്തി അല്ലെങ്കിൽ അലഹബാദ് സ്തംഭശാസനം രചിച്ചത് ഹരിസേനനാണ്. ഹരിസേനൻ സമുദ്രഗുപ്തൻ്റെ ആസ്ഥാന കവിയായിരുന്നു. സംസ്കൃതത്തിലാണിത് രചിച്ചത്. സമുദ്രഗുപ്തൻ ഗുപ്തന്മാരിൽ ഏറ്റവും മിടുക്കനായ ഒരു ഭരണാധികാരി ആയിരുന്നു. So, let me stop here. Thank you, my dear students. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.